ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ജന്മദശ എന്ന് പറയുന്നത് ശനിദശയാണ്. ശനിദശയിൽ ആരംഭിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ അഹിർ ബുദ്ധിനി എന്ന് പറയും. ഐശ്വര്യമുള്ള നക്ഷത്രമാണ്. കാരണം വ്യാഴം ഇവർക്ക് മീനക്കൂറുകാരായതുകൊണ്ട് വ്യാഴത്തിന്റെ എപ്പോഴും അനുഗ്രഹമുണ്ട്. അകാരണമായ ഒരു ദുഃഖം ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. കാരണം ശനിയുടെ ഇവരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. എന്നാൽ എന്തിനാണ് ദുഃഖിക്കുന്നത് പോലും ഇവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അകാരണമായിട്ട് മൂടി കിട്ടിയ ആകാശം പോലെ ചിലപ്പോൾ മുഖമാകും. അടുത്ത നിമിഷം തന്നെ പെട്ടെന്ന് പ്ലസന്റ് ആകുകയും ചെയ്യും. എന്നാൽ പ്രസാദാത്മകമായ മുഖമായിരിക്കും. സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കും. വിശാലമായ കണ്ണുകൾ, വശ്യതയാർന്ന കണ്ണുകൾ, നല്ല ചിരി, നല്ല കണ്ണ്, നല്ല അങ്ങനെ എല്ലാ അവയവ ഭംഗിയും ഒത്തിണങ്ങിയതാണ്. വെട്ടൊന്നേ തുണ്ടൻ രണ്ടെന്നുള്ള ഒരു സംസാര രീതി ഇവരിൽ നിഴലിക്കുന്നേ കാണാം. അത് മുഖാന്തരം ഇവർക്ക് മിത്രസ്ഥാനത്തിരുന്ന ഒരു ശത്രുസ്ഥാനത്തേക്ക് പോകുന്നതായും കാണാം. എന്നാൽ മനസ്സിലൊന്നുമില്ല. വളരെ ഉയർച്ചയിൽ തന്നെ, ധനത്തിന്റെ ഉയർച്ചയിൽ തന്നെ എത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രം. ഇവർ ഏറ്റെടുക്കുന്ന ജോലി ഏതാണേലും ഉചിതവും ഭംഗിയുമായും ചെയ്തു തീർക്കാൻ തന്നെ താല്പര്യമുള്ളവരാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യത്തില്ല. എന്നാൽ ചെയ്യുന്ന വളരെ ലളിതമായിട്ടും കൃത്യമായിട്ടുമായിരിക്കും ചെയ്യുന്നത്. ആ ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യും. വിട്ടുമാറാത്ത രോഗങ്ങൾ, അല്ലെങ്കിൽ ത്രിദോഷ കോപങ്ങൾ, വാദം, പിത്തം, കഫ അങ്ങനെയുള്ള ദോഷങ്ങൾ, അലർജി മുഖാന്തരമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഇവരെ അസ്വാരസ്യപ്പെടുത്തും. ചെവി, കണ്ണ്, മൂക്ക്, ഇത് ഇയർ, നോസ്, ത്രോട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് കണ്ടുവരാറുണ്ട്. പിന്നെ ബാലാരിഷ്ടതകളും നന്നായിട്ട് കണ്ടുവരാറുണ്ട്.